എല്ലാവർക്കും നമസ്കാരം. 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ആര്യനും ഗിസയിലും കൂടി പുതപ്പിനടിയിൽ എന്താണ് കുൽസിതം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസൺ വെളുപ്പാങ്കാലം 2 മണിക്ക് അനുമോള് പോയിട്ട് ആര്യനെ ഗിസയിലിനെ ഒന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പുതപ്പിനടിയിൽ ചെറിയൊരു അനക്കവും ചെറിയ എന്തൊക്കെയോ ഒരു വശപ്പശക്ക് ഫീൽ ചെയ്യും. അതിനെപ്പറ്റിയിട്ട് റിലേറ്റ് ചെയ്തിട്ടും കളിയാക്കിക്കൊണ്ടും ഒരു ആക്ഷേപ രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും വളരെ വ്യക്തമായിട്ട് ആ വീഡിയോ കാണുന്നവർക്ക് അത്യാവശ്യം മനസ്സിലാവും എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ. എന്നാൽ ഇന്ന് ആ കാര്യം ആളിക്കത്തുകയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് വൈൽഡ് കാർഡായിട്ട് വന്ന ആൾക്കാർ അതിനെ പറ്റിയിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അനുമോൾ അതിനെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല വൃത്തിക്ക് എന്തോ കണ്ടുവച്ചും കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ആര്യൻ എന്ന് പറയുന്ന ഷൊട്ട അനുമോളെ നെഞ്ചത്ത് ഇടിച്ചു കയറുന്നുണ്ട്, അവൾ അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, അടിക്കുന്നുണ്ട്. ആ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ലൈവിൽ നടന്നിട്ടുള്ള സംഭവം അതുപോലെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിന്റെ ചെറിയ ഭാഗം ഞാൻ ഒന്ന് കൊടുക്കാം. ഇത്രയും ദിവസം ഇവനൊരു ലൈഫ് ഉള്ളതാണ്, ഇവക്കൊരു ലൈഫ് ഉള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ പറയട്ടെ. ഈ ജനങ്ങളോട് വിളിച്ചു പറയാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. അത് അത്രേ ഉള്ളൂ. ഈ ജനങ്ങളോട് വിളിച്ചു പറയാൻ ഒരു പ്രശ്നവും പേടിയും കാണിക്കേണ്ട കാര്യം അനുമോൾക്കില്ല. ഈ ഗിസയിലും ഈ ആര്യനും കൂടി കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ വിളിച്ചു പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്ന? പുറത്ത് ഇവനും ലൈഫ് ഇവക്കും ലൈഫ് ഉണ്ടെന്ന് വെച്ചിട്ടാണ് ഇത്രയും ദിവസം അനുമോൾ മിണ്ടാതിരുന്നത്. പക്ഷെ ഇവൻ കൊമ്പത്ത് കയറി ഇന്ന് വെടിവെക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഇവൻ അടിച്ചണ്ണാക്കി കൊടുത്ത് തറയിലിടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് ഇവിടെ അനുമോൾ സംസാരിക്കുന്നത്. എന്നാൽ ഉള്ള കാര്യം വിളിച്ചു പറയുമ്പോൾ കുരു പൊട്ടിക്കൊണ്ട് ആര്യൻ അനുമോൾ അടിക്കാൻ കണക്കിന് ചാടി അങ്ങ് വീഴുകയാണല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടോ, വൈൽഡ് കാർഡായിട്ട് വന്ന മസ്താനിയും അവനും കൂടി സംസാരിച്ച സമയത്ത് നിനക്ക് അണ്ണാക്കി പിരിവിട്ടിരുന്ന അപ്പോഴും നീ അടിക്കാനോ ഇടിക്കാനോ ഒന്നും പോയില്ലല്ലോ. അനുമോൾ നിനക്ക് തോന്നണ ചെണ്ടെന്നാണോ നിന്റെ വിചാരം? നിനക്ക് തോന്നുമ്പോൾ കയറിയിട്ട് ഇടിക്കാനും തോന്നുന്ന പോലെയൊക്കെ കാട്ടിക്കൂട്ടാൻ അവളെ നിന്റെ അവിടെ നിന്ന് എടുത്തോണ്ട് ഇട്ടതാ. നിനക്കൊക്കെ കുറെ എണ്ണത്തിന് ഉദാഹരണം ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം, അവളെ നെഞ്ചത്ത് ഇടിച്ചു കയറാം, ചുമ്മാ കളിപ്പാവായിട്ട് എടുത്തിട്ട് കളിക്കുക എന്നൊക്കെ ഉള്ള ഒരു വിചാരമുണ്ട്. അത് ഇതോടെ മാറി കിട്ടണം. എന്തായാലും നീ ഗിസയിലും തമ്മിലുള്ള ബന്ധം അത്യാവശ്യം അടിപൊളിയായിട്ട് അവൾ പൊളിച്ച് അടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് ചൊരുക്കെന്നുള്ളൊരു കാര്യം കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കുറെ ആയി നീ ഉണ്ടാക്കുന്നത്. ആര്യൻ ഇവനെ ഫിസിക്കൽ അസോൾട്ടിന്റെ പുറത്താക്കണം. ഇവൻ ഇന്ന് അനുമോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഈ ചാടി വീഴുകയും മറ്റുള്ളവർ പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർ ആരും ഇല്ലാത്ത സമയത്ത് ഇവൻ അനുമോൾ അടിക്കില്ല എന്നുള്ളത് എന്താണ് ഉറപ്പ്? ഇവനെ പുറത്താക്കിയിരിക്കണം. ലാലേട്ടൻ ഇതിനെതിരെ തക്കതായ നടപടി എടുക്കണം. ലാലേട്ടൻ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല. ബിഗ് ബോസ് ചെയ്യുന്ന നടപടി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ ബാക്കി കണ്ടുനോക്കാം. ഇവൻ ചാടി അങ്ങ് വീഴാണ്. ആ സമയത്ത് അടുത്ത് നിന്ന് അവന്മാര് പിടിച്ചു മാറ്റിയത് കൊണ്ട് മാത്രമാണ്. ഇവനെ പറഞ്ഞപ്പോ ഇവൻ അങ്ങ് കുരുപൊട്ടി ചൊരുക്ക് അങ്ങ് കേറുന്നുണ്ടല്ലോ. ഇവൻ ആരാണെന്ന് അവന്റെ വിചാരം? ഇവൻ വലിയ ഹീറോയാ, വേട്ടവാളിയെ. അവൻ എന്തോ വലിയ കുന്നങ്ങളും റൺബി കൊപ്പറും പിടിച്ചോണ്ടിരിക്കുകയാണോ ഇപ്പോഴും? ഇറങ്ങടാ താഴെ ഊളെ. വലിയ സംഭവം പോലെ കടന്ന് കാണിക്കുന്നുണ്ടല്ലോ. നീ ആരാ നിന്റെ വിചാരം? അനുമോളെ അങ്ങ് നിനക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്ന് വിചാരിച്ചു അവർക്ക്. ചുമ്മാ അവളെ നോക്കിട്ടങ്ങ് ഇടിച്ചു കയറുന്നു. ബാക്കിയുള്ളവർ പറഞ്ഞാൽ നിന്റെ അമ്മയ്ക്ക് പിരിവെട്ടിയിരുന്ന. ഞാൻ കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം കേട്ടാ. ആര്യൻ പുറത്ത് പോകണം എന്നുള്ളവർ ലൈക്ക്, ഞാനും അത് തന്നെയാണ് ലൈക്ക്. സ്വയം ചെയ്യുന്ന തെറ്റ് മനസ്സിലാക്കാൻ പറ്റാത്ത ആര്യൻ പുറത്തു പോകണം. ലൈവ് കണ്ടവർക്ക് കലങ്ങും. അനു പറഞ്ഞതിന്റെ പൊരുൾ സത്യം പറഞ്ഞാൽ ലൈവ് കണ്ടവർക്ക് നല്ല പോലെ കലങ്ങും. കലങ്ങൊന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ തെളിയും. ഈ ആര്യനും ഗിസയിലും തമ്മിലുള്ള ചെറിയ പൂന്ത് വിളയാട്ടങ്ങൾ ലൈവിൽ നട്ടപ്പാതിരയ്ക്ക് ആൾക്കാർ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കണ്ട അനുമോള് തന്നെയാണ് അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് അനുമോള് അതിലെന്നുള്ള അവരൊക്കെയുള്ള കുറെ ആൾക്കാർ അവിടെ ഇരുന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നേ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആര്യനെയും ഗിസേലിനെയും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത സമയത്ത് കുറെ എന്റെ മക്കിട്ട് ഇടിച്ച് കയറുന്നുണ്ടാണ്. നീ വല്ലതും കണ്ടാടാം? ഞാൻ കണ്ടോണ്ടല്ലടാ പറഞ്ഞത്. കാണിക്കാൻ പാടില്ലാത്ത പലതും കാണിക്കുന്നത് പുറത്ത് പറയുമ്പോൾ ഇങ്ങനെ അമിക്ക് തൂറി പിണ്ടം പോലെ ഇരിക്കുകയാണ്. ഗിസയിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ അന്ന് അറിയാത്ത പോലെ നിൽക്കുന്നുണ്ട്. ആര്യനാണെങ്കിൽ ഇനിയിപ്പം കയറി ഇവിടെ ഷോ കാണിച്ചില്ലെങ്കിൽ അനുമോൾ എല്ലാം കൂടി വിളിച്ച് പറയുന്നുള്ള ഒരു ധാരണയിൽ കയറി ഒരു ഇടിയാൻ പോണല്ലോ ഷോ. അവനെ പുറത്താക്കണം ഈ നാറിയ. ബാക്കി കമന്റ് വായിക്കാം. ആര്യൻ എന്തു ചെയ്താലും ബീബിന്റെ ലാലേട്ടന്റെയും പൊന്നോമന ആയതുകൊണ്ട് പുറത്തു പോവില്ല. സത്യം പറഞ്ഞാൽ ബീബി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ പുറത്താക്കണം. ബിഗ് ബോസ് പുറത്താക്കി പറ്റത്തുള്ളൂ. കാരണം ഇവൻ വെറും നാറിയാണ്. ഇവൻ ആ ഗിസേലിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. അനുമോൾ അടിക്കാൻ ഇവൻ കൈ ഓങ്ങി ചാടി വീഴുന്നു. ഇവനെ ബാക്കിയുള്ളവർ പിടിച്ചു മാറ്റിയതുകൊണ്ട് അനുമോള് സേഫായി. അല്ലാതെ പക്ഷെ അവർക്ക് അടി കിട്ടുമായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടി കിട്ടി 2 പല്ല് ഒഴിഞ്ഞു പോയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അടി കിട്ടി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ, പിടിച്ച് തള്ളി അവളെ എവിടെയെങ്കിലും പോയി വിഴുന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് ചെയ്യും? ഇതിനൊക്കെ ആര് ഉത്തരം പറയും? അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ ആര്യൻ എന്ന് പറയുന്ന പരനാറിയെ ഉറപ്പായിട്ട് ബിഗ് ബോസ് പുറത്താക്കണം. അങ്ങനെ വരട്ടെ, കീറി വരട്ടെ ആര്യൻ മൊണ്ണ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആൾക്കാർ കമന്റും ചെയ്യുന്നുണ്ട്. അവനെ അവിടെ ഗിസയിലായി കിടന്ന് അഴിഞ്ഞാടുന്നതിന് കുഴപ്പമില്ല. അത് പറഞ്ഞതാണ് അവന്റെ കുഴപ്പം. ഈ കാര്യത്തിൽ കട്ട സപ്പോർട്ട് അനുമോൾക്ക്. ഞാൻ ലൈവ് കണ്ടതാണ്. ഇത് കലക്കി. ലൈവ് കണ്ടവർക്ക് കലങ്ങും.
മസ്താനി പറഞ്ഞപ്പോൾ ആര്യന് കുഴപ്പമില്ലായിരുന്നു, അനു പറഞ്ഞപ്പോൾ എന്തൊരു ദേഷ്യം. സത്യം പറഞ്ഞാൽ മസ്താനിയും വൈൽഡ് കാർഡായിട്ട് വന്ന 1-2 പേരൊക്കെ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ആര്യന് അണ്ണാക്കി പിരിവിട്ടിരുന്ന് അനുമോള് പറഞ്ഞപ്പോൾ അവന് കൊണ്ട് പൊള്ളി. അനുമോള് ചെണ്ട അടക്കം കയറി ഇടിച്ചിട്ട് പോവാം, ചോദിക്കാനും പറയാൻ ആരുമില്ല. നൂറ് പറഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെ ചാടി കയറി പോകത്തില്ല, അവള് തിരിച്ചടിച്ച് അണ്ണാക്കി കൊടുക്കും. അനുമോളായതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കും, അനുമോളെ തല്ലിയ ചോദിക്കാൻ ആരും വരൂല എന്നുള്ള ധാരണ അവനുണ്ട്. ഈ നാറിക്ക് ഈ മസ്താനിയും മറ്റൊരു വൈൽഡ് കാർഡായിട്ട് വന്ന ആളും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പുതപ്പിനടിയിലെ കുളിച്ചത. എന്തായാലും അതൊന്ന് കേട്ടു നോക്കാം. ബിഗ് ബോസ് ഇന്നൊരു ടാസ്ക് കൊടുത്തു. ടാസ്ക് എന്ന് പറയുന്നത് പുതിയതായിട്ട് വന്ന 5 പേർക്കും കൂടെ കൊടുത്തൊരു ടാസ്ക് ആണ്, പണിപ്പുരയിൽ കയറാനുള്ള ടാസ്ക്. അപ്പൊ കയറുന്ന സമയത്ത് ഇവരുടെ പാക്കറ്റുകൾ വെച്ചിട്ടുണ്ടാവുമല്ലോ, സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ പുറത്ത് ചെറുത് വലുത് മീഡിയം സൈസിലുള്ള ബോംബുകളുടെ പടം കാണും. ഏറ്റവും കൂടുതൽ ബോംബുകൾ ഏതാണോ അതനുസരിച്ച് വീട്ടിലുള്ളവർക്ക് പണി കിട്ടുമെന്നുള്ളതാണ്, മറ്റുള്ളവർക്ക് പണി കിട്ടും ഇവരെടുക്കുന്ന തുണികളിലെ ബോംബുകളുടെ പടം അനുസരിച്ച്. സോ അതാണ് ടാസ്ക്. ആ ടാസ്ക് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അകത്ത് കയറിയിട്ട് അവിടെ ബോംബിന്റെ കുറെ രൂപങ്ങൾ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെയും കൂടെ ഇവർ പൊട്ടിച്ചുകൊണ്ട് വന്നു. അത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടിയാണ്, അതും വേണം എന്ന് കരുതി പൊട്ടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ബിഗ് ബോസ് വിളിച്ചത് പറഞ്ഞപ്പോൾ വൈൽഡ് കാർഡുകൾക്ക് ഇതുപോലും അറിഞ്ഞൂടെ, ഒരു ടാസ്ക് ചെയ്യാൻ പോലും അറിഞ്ഞൂടെ എന്നോ അങ്ങനെ എങ്ങാണ്ട് ഒരു ഡയലോഗ് നമ്മുടെ ആര്യം പറഞ്ഞു. ഈ ടാസ്കിന് ശേഷം പണി ബിഗ് ബോസ് പിന്നെ തരാമെന്ന് പറഞ്ഞത് വിട്ടു, ലിവിങ് ഏരിയയിൽ നിന്ന് വിട്ടു. ടാസ്കിന് ശേഷം ആര്യനും അതുപോലെ പ്രവീണും തമ്മിൽ വലിയ വഴക്ക് കിടക്കുന്നുണ്ട്. അതിനകത്ത് ഈ വൈൽഡ് കാർഡുകളെ മൊത്തത്തിൽ കളിയാക്കാൻ നിനക്ക് എന്ത് യോഗ്യത ഉണ്ടടാ എന്ന് ചോദിച്ചും കൊണ്ടാണ് പ്രവീണ് ആര്യൻ്റെ അടുത്ത് തട്ടിക്കയറുന്നത്. നീ ഇവിടെ എന്ത് കണ്ടന്റ് ആണടാ കൊടുത്തിട്ടുള്ളത്? ഇത്രയും ദിവസം ആ പുതപ്പിൻ്റെ അടിയിൽ പോയി കിടക്കുന്നതല്ല, നീ എന്തെങ്കിലും കണ്ടന്റ് ചെയ്തിട്ടുണ്ടടാ? നിന്റെ പുതപ്പിൻ്റെ ഇടയിൽ കിടന്നുള്ള പരിപാടികളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തവണ പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഈ പുതപ്പിൻ്റെ അടിയിൽ എന്താണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവിടെ സംസാരമായത്. അപ്പോൾ ഇതിനിടയിൽ ആര്യൻ അങ്ങോട്ട് ചോദിച്ചു, നീ എന്നെയും ജിസേലിനെയുമാണോ പറയുന്നത്? അങ്ങനെ ആ വിഷയം കുറച്ചും കൂടെ അവിടെ എക്സ്പോസ്ഡ് ആവുകയും ചർച്ചയാവുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ മസ്താനിയും വന്നിട്ട് ഈ കാര്യം എടുത്തിടുന്നുണ്ട്, പുതപ്പിനടിയിലെ കാര്യം. അങ്ങനെ റെന ഫാത്തിമ പുള്ളിക്കാരിയും കൂടെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞിട്ട് ആള് കരയുന്നുണ്ട്. അങ്ങനെ ലൈവിൽ ഒടുക്കത്തെ അടി നടക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം. അല്ലെങ്കിൽ ഈ ജീവിയുടെ വഴിയെ പോകുന്ന എല്ലാം ഇറന്നു വാങ്ങുന്ന ഒരു സീനുണ്ട്. അവൾ അതിനുശേഷം അവളെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് പുറത്തെ ജീവിതം ഉണ്ട്, തേങ്ങയുണ്ട്. ഈ പുറത്തെ ജീവിതം ഉള്ളതെന്ന് എൻ്റെ അത് കെട്ടി എടുക്കല്ല. അങ്ങനെയാണെങ്കിൽ പുറത്ത് ജീവിതം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അടങ്ങി ഒതുങ്ങി നിൽക്കണം. അല്ലാണ്ട് പുറത്ത് ജീവിതം ഉണ്ടെന്ന് പറഞ്ഞ് ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ സീസണിലും ചിലവരൊക്കെ വന്നിട്ട് ജീവിതങ്ങൾ പുറത്തുള്ളതിനൊക്കെ അടിച്ചണ്ണാക്കി കൊടുത്തിട്ട് വേറെ ലൈഫായിട്ടൊക്കെ പോയതൊക്കെ അറിയാമല്ലോ. അതുകൊണ്ട് കൂടുതലൊന്നും മെഴുകാൻ നിൽക്കില്ല. പിന്നെ പുതപ്പിൻ്റെ അടിയിലെ കുളിച്ചിതങ്ങൾ വെളുപ്പങ്കല 2 മണിക്ക് തലയുടെ മോളിൽ കൂടി പുതപ്പം മൂടിയിട്ട് എന്താണ് അതിൻ്റെ അകത്ത് പരിപാടി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് വല്ലതും അറിയാവോ? അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും. പിന്നെ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾ മറ്റേ കിഴങ്ങന്മാരല്ലേ, അതിൻ്റെ വീഡിയോ സഹിതമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, നമ്മൾ റിയാക്ട് ചെയ്തതും. പുതപ്പിൻ്റെ അടിയിലെ കുളിച്ചിതങ്ങൾ 2 കൂടി. അനുമോൾ എന്നാൽ വെളുപ്പങ്കാല 2 മണിക്ക് പോയിട്ട് അവളുടെ കിറ്റ് ചോദിച്ചത് കൊണ്ട് നല്ല ചൊരുക്ക് അനുമോളെടുത്ത് ഈ ആര്യനും ഗിസേലിനും ഉണ്ട്. വെളുപ്പാങ്കാല 2 മണിക്ക് അനുമോൾ അവിടെ പോയി ആ കിറ്റ് ചോദിക്കണമെങ്കിലും അനുമോൾ ഇന്റൻഷ്യലി തന്നെയാണ് പോയിട്ടുള്ള ക്യാമറയുടെ മുന്നിൽ ഈ കാര്യം കൊണ്ടുവരാനും ജനങ്ങൾ കാണാനും വേണ്ടിയിട്ട് തന്നെയാണ്. അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല പോലെ പോയിട്ട് അണ്ണാക്കി പരിപാടി അടിച്ചു കൊടുത്തത് തന്നെയാണ് അനുമോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവളവിടെ പോയത് കൊണ്ട് ആ കാര്യങ്ങൾ ജനങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് അറിഞ്ഞു. അനുമോൾ അവിടെ പോവുകയും വിളിക്കുന്ന സമയത്ത് പുതപ്പ് മാറുന്നതും 2 തലകൾ മുകളിൽ ആമയെ പോലെ വരുന്നതും ജനങ്ങൾ കാണുന്നതും പിന്നെ എണീറ്റിരുന്നിട്ട് പിടിച്ചിടുന്നതും ഒക്കെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. നമ്മളൊക്കെ വിഡ്ഢികളല്ല കണ്ടുകൊണ്ടിരിക്കുന്നവന്മാർ. നല്ല പോലെ കുളിസിതങ്ങൾ കാണുന്നുണ്ട്. അത് കാണിച്ച നിങ്ങൾക്ക് ഇപ്പം കണ്ട് നിന്നവർ പറഞ്ഞപ്പോഴാണ് പ്രശ്നം. കൊള്ളാം, നിനക്കൊക്കെ കുൽസിതങ്ങൾ കാണിക്കണമെങ്കിൽ വീടുകളിൽ പോയിരുന്നിട്ട് കാണിക്കുക. ഇത് മലയാളി പ്രേക്ഷകർ കാണുന്ന ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയാണ്. മലയാളികളാണ് കാണുന്നത്. നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് എടുത്ത് ഡൈജസ്റ്റ് ചെയ്ത് വിഴുങ്ങാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഇതൊക്കെ ആണെങ്കിൽ നീ ആര്യനും ഗിസയിലും ഒക്കെ അങ്ങ് ഹിന്ദി ബിഗ് ബോസിൽ തന്നെ പോയി കിടന്ന് കളി. ഗിസയിൽ വലിയ ഹിന്ദി ബിഗ് ബോസിലൊക്കെ കിടന്ന് കളിച്ച ആളല്ലേ, അതുകൊണ്ട് ആര്യനെ വിളിച്ചോണ്ട് അവിടെ പോയി കിടന്ന് കളി. ഇങ്ങോട്ട് വന്ന് കിടന്ന് കളിക്കാൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് ഉടുത്തങ്ങ് വിട്ട് ഇവിടെ കുടുംബ പ്രേക്ഷകർ അടക്കം ഇരുന്ന് കാണുന്ന തന്നെ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഇന്നത്തെ കാലത്ത് രാത്രി ഒത്തിരി ലേറ്റായിട്ടൊക്കെ തന്നെയാണ് കിടന്നുറങ്ങുന്ന. ആ സമയത്ത് ഈ ലൈവും കാര്യങ്ങളൊക്കെ ഇരുന്ന് കാണുമ്പോൾ മറ്റേ തുണ്ട് കാണണ പോലെ VPN ഇട്ട് കാണേണ്ട അവസ്ഥ ബിഗ് ബോസിന് ഉണ്ടാക്കി വെക്കരുത്. ആ ലെവലിലാണ് ഇപ്പൊ ഈ ആര്യനും ഗിസയിലും ഒക്കെ ഈ ബിഗ് ബോസിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിക്കവാറും ബിഗ് ബോസ് VPN ഇട്ട് കാണേണ്ട ഒരു അവസ്ഥയിലോട്ട് പോകുന്നു. ആ രീതിയിലാണ് എത്തിക്കുന്നത്. കുൽസിതങ്ങളൊക്കെ ആവാം, ഒരു പൊടിക്ക് അടങ്ങ്. അല്ലെങ്കിൽ വെളിയെ ഇറങ്ങിയിട്ട് നിന്റെയൊക്കെ ഗുണങ്ങളെ നീയൊക്കെ എന്തോന്ന് വെച്ചാൽ ചെയ്യും. ഈ പ്രേക്ഷകർ കാണുന്ന ഇത്രയും ക്യാമറക്കിടയിൽ നിൽക്കുന്ന ഈ ഷോയ്ക്കകത്ത് എന്നെ പുതപ്പിന്റെ ഇടയിൽ കിടന്ന് കുൽസിതം കാണിക്കണമെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്ക് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാണുന്ന കാഴ്ചകൾ തുറന്നു പറയുമ്പോൾ അനുമോള് കുറ്റക്കാരി. നിനക്കൊക്കെ എന്ത് തോന്നിയാസം, എന്ത് നാറിയ പരിപാടി, എന്ത് ഊളത്തനോ, എന്ത് കുൽസിതവും കാണിച്ചു കൂട്ടാം അല്ലെ. പ്രത്യേകിച്ച് വൈൽഡ് കാർഡായിട്ട് വന്ന മസ്താനിയും പ്രവീണും ഒക്കെ ഈ വിഷയം പറഞ്ഞപ്പം എന്തേടേ ആര്യനെ നിനക്കൊന്നും പറയാനില്ലായിരുന്നു, ചാടി കയറാനില്ലായിരുന്നു, അടിക്കാൻ പോണ്ടായിരുന്നു. ഇപ്പൊ അനുമോള് പറഞ്ഞപ്പോ മാത്രം എന്താ നിനക്കങ്ങ് കുരു പൊട്ടി അങ്ങ് ചാടി അങ്ങ് പോണം അവൾ അടിക്കാൻ കണക്കിന്. നീ ആരാന്നാണ്ടാ നിന്റെ വിചാരം ഊളെ? എനിക്ക് അതിനെ എൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്. നിന്നെ പോലെ ഒരു മൊണ്ണ വേറെ ഇല്ലെന്ന് തന്നെ ഞാൻ പറയും. നീ എന്തോ വലിയ പട്ടിഷോയും കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ആരോ എന്നുള്ളൊരു വിചാരം കൊണ്ട്.
തീർത്തും നിനക്ക് കിട്ടും. കഴിഞ്ഞ വീക്കില് നീ പുറത്തു പോയാണ്ടാന, പക്ഷെ എവിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് നീ രക്ഷപ്പെട്ടവനാ. അടുത്ത ആഴ്ച മിക്കവാറും നിനക്ക് കിട്ടും അണ്ണാക്കില്. അപ്പൊ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരുന്നു. ഒറ്റ മനുഷ്യവൻ ഓട്ടിയല്ലേ, വെറും നാറിയവൻ, വെറും നാറി. ഇവന്റെ ഊള സംസാരം കേൾക്കുമ്പോൾ തന്നെ ചൊറിഞ്ഞു വരും. എന്തായാലും ഒരെണ്ണത്തിൽ ഇന്നലെ മോങ്ങിക്കൊണ്ട് തീർത്ത്. ആര്? രണ ഫാത്തിമ ചീവിട്. രണ ഫാത്തിമ 100 കാലം പോയി പിടിച്ച് കരഞ്ഞ് മൊഴിഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്. അടുത്ത് നീ. ഇങ്ങനെ കുറച്ച് ലിസ്റ്റിലുള്ളതുണ്ട്. അപ്പാനൊക്കെ ഒന്ന് ഒതുങ്ങി കേട്ടാ. ഇപ്പം ആശാന് പിടി കിട്ടി, പുറത്ത് ഫുള്ള് നെഗറ്റീവാണ്, അണ്ണാക്കി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മര്യാദയ്ക്ക് ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നാലും ചിലപ്പോൾ വോട്ട് കിട്ടും, അല്ലെങ്കിൽ അണ്ണാക്കി കിട്ടുമെന്നുള്ള കാര്യം അപ്പാനിക്കൊക്കെ പിടി കിട്ടി. അപ്പാനി അക്ബർ ചെറിയ ഷോ ഒക്കെ ഇറക്കുന്നുണ്ട്. ലൈവിൽ ഇന്ന് ലക്ഷ്മിയുടെ അടുത്തിരുന്ന് എന്തൊക്കെ പട്ടി സംസാരിക്കുന്നുണ്ട്. പിന്നെ ലക്ഷ്മി തിരിച്ച് പറഞ്ഞത് എനിക്ക് പിടിയൊന്നും കിട്ടിയില്ല, എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നുണ്ട്. രണ്ടുപേരും കാര്യമായിട്ട് എന്തോ പറഞ്ഞ് ഒന്നും പിടി കിട്ടിയില്ല. വലിയ ഷോ ഒക്കെ ഇറക്കി നടക്കുന്നുണ്ട്. അക്ബറിനും അണ്ണാക്കി കിട്ടിയിട്ടുണ്ട്. ഹൗസിന്റെ അകത്ത് ക്യാപ്റ്റൻ ആവാനുള്ള അവസരം കിട്ടത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പുതിയ ടാസ്ക് വൈൽഡ് കാർഡൊക്കെ വന്ന് അണ്ണാക്കി അടിച്ചു കൊടുത്ത് പോയിട്ടുണ്ട്. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ നടന്ന്. ഇതിന്റെ ഇടയ്ക്ക് ആര്യാ നീ മുണ്ണയാണെന്ന് നീ വീണ്ടും തെളിയിക്കുകയാണ്. നിനക്ക് അണ്ണാക്കിൽ കിട്ടണം, നിന്നെ വെറുതെ വിടാൻ പറ്റത്തില്ല. നീ അനുമോളടുത്ത് ഈ ചാടി കയറുന്നതിന് നിനക്ക് കിട്ടണം. ലാലേട്ടൻ ഈ വീക്കെൻഡിലെങ്കിലും വന്നിട്ട് ഇതൊക്കെ ചോദിക്കും, എനിക്കറിയില്ല. ചോദിച്ചിട്ട് വെറുതെ അമോനെ ഇരുന്നോ എന്ന് പറഞ്ഞ് വിടരുത്, പണിഷ്മെന്റ് കൊടുക്കണം. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് എന്തെങ്കിലുമൊക്കെ ഈ സംഭവങ്ങൾക്കൊക്കെ നല്ലൊരു തക്കതായ ഒരു പരിഹാരം കണ്ടെത്തി ഈ ആര്യനെ പുറത്താക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതുപോലത്തെ നാറികളെ വെച്ച് പൊറപ്പിക്കുന്ന എന്തിനാ? ഇന്ന് അവനെ പിടിച്ചു മാറ്റാൻ ആളുണ്ടായിരുന്നത് കൊണ്ടും അനുമോൾ സേഫായി, അല്ലെങ്കിൽ അവൻ അനുമോളെ അടിച്ചിരിക്കും ഉറപ്പാ. അതുകൊണ്ട് ഇങ്ങനത്തെ നാറികളെ ദയവ് ചെയ്തിട്ട് ഈ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പൊറപ്പിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ പുതിയ വീഡിയോ ഇടാണ്.